53 രാജ്യങ്ങളുടെ 100 മുതൽ 100 ട്രില്യൺ അഥവാ 10 ലക്ഷം കോടി വരെ മൂല്യമുള്ള 150 കറൻസികളുടെ ശേഖരവുമായി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരാളുണ്ട് ആലപ്പുഴയിൽ. ആലപ്പുഴ നഗരസഭ കാളാത്ത് വാർഡിൽ ശ്രീനിലയം വീട്ടിൽ ശ്രീഹരി വിഷ്ണുവാണ് ഈ അപൂർവ നേട്ടം കൈവരിച്ചത്. ഞാൻ എന്റെ സ്കൂൾ തലം മുതൽ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അച്ഛനും അമ്മയാണ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് തന്നത്. ഈ കളക്ഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയും പിന്നീട് പ്രൊഫഷണൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് സാമ്പത്തികപരമായി ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാലയളവിൽ വീണ്ടും കളക്ഷൻ മെച്ചപ്പെടുകയും അങ്ങനെ ഈ കളക്ഷൻ ഒരു ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് വരെ ഈശ്വരൻ കൊണ്ടെത്തിച്ചു. ശ്രീഹരി കറൻസി ശേഖരം തുടങ്ങിയിട്ട് 14 വർഷത്തോളമായി. ആലപ്പുഴ SDV ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശേഖരണം ആരംഭിച്ചത്. അധ്യാപകനായിരുന്ന ജയൻ R കൃഷ്ണന്റെ പിന്തുണയാണ് കറൻസി ശേഖരണത്തിന് ഏറെ പ്രചോദനമായതെന്ന് ശ്രീഹരി പറയുന്നു. ഞാൻ എൻ്റെ സ്കൂൾ തലം മുതൽ തുടങ്ങിയ കളക്ഷനാണ്. ഈ കളക്ഷൻ തുടങ്ങി കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ സാമ്പത്തികപരമായി ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ കളക്ഷൻ നമ്മൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും വീണ്ടും പ്രൊഫഷനിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് സ്വന്തം നിലയിൽ സാമ്പത്തികമായി ഇത് അഫോർഡ് ചെയ്യാവുന്ന നിലയിൽ എത്തിയപ്പോഴാണ് വീണ്ടും കളക്ഷൻ പുനരാരംഭിക്കുകയും ഇന്ന് ഈ റെക്കോർഡ് വരെ എത്തിച്ചേർന്നു. ഇപ്പം നമ്മൾ കറൻസികളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ രാജ്യങ്ങളും ഓരോ രീതിയിലാണ് ഓരോ കമ്മമറേഷൻസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ കറൻസീസിലാണെങ്കിൽ ഇപ്പം നമ്മൾ നിർത്തി 500 ആണെങ്കിലും 2000 ആണെങ്കിലും എല്ലാം മഹാത്മാഗാന്ധിജിയുടെ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ കറൻസികളാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓരോ കറൻസികളും ഓരോ പദ്ധതികളെയും അവർ ഫോക്കസ് ചെയ്യാറുണ്ട്. ഇതിപ്പം മംഗൾയാൻ പദ്ധതിയാണ് ഈ 2000 രൂപയിൽ നമ്മൾ ആലേഖനം ചെയ്ത് വന്നിരിക്കുന്നത്. ഈ 500 രൂപ നിർത്തലാക്കിയ 500 ആണ്. ഇതിൽ ഡൽഹിയിലുള്ള ഗ്യാരമൂർത്തി ആ സ്തൂപത്തിനെയാണ് നമ്മൾ ആലേഖനം ചെയ്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓരോ രാജ്യങ്ങളും ഇപ്പോൾ നമ്മൾ യുഗോസ്ലാവിയ നോക്കുകയാണെങ്കിൽ അവിടെ ഓരോ മഹത് വ്യക്തിത്വങ്ങളും ഇപ്പോൾ ഈ കറൻസി തന്നെ ഒരു എക്സാമ്പിൾ, ഇത് നിക്കോള ടെസ്ല എന്ന് പറയുന്ന മഹത് വ്യക്തിയുടെ ആലേഖനം ചെയ്ത ഒരു കറൻസിയാണ്. ഈ നിക്കോള ടെസ്ലയുടെ തന്നെ ടെസ്ല കോയിലാണ് ബാക്കിൽ അവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തിപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിംബാബ്വെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് വൈൽഡ് ലൈഫിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇപ്പൊ ഈ നമ്മുടെ ഹയസ്റ്റ് ഡിനോമിനേഷൻ കറൻസികളിലെ ഏറ്റവും വലിയൊരു രാജ്യം എന്ന നിലയിൽ ഈ കറൻസികളിലെല്ലാം തന്നെ ഒരു വൈൽഡ് ലൈഫ് അവർ പ്രൊമോട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ 100 ട്രില്യണിലാണെങ്കിലും 50 ട്രില്യണിലാണെങ്കിലും എല്ലാം തന്നെ ഒരു വൈൽഡ് ലൈഫ് പ്രൊമോഷൻ അവർ കാണിക്കുന്നുണ്ട്. ജോലിയിൽ പ്രവേശിച്ചതോടെ പണം നൽകി കറൻസികൾ വാങ്ങാൻ തുടങ്ങി. സിംബാബ്വേയുടെ 100 ട്രില്യൺ കറൻസിയാണ് ശ്രീഹരിയുടെ ശേഖരത്തിലെ ഏറ്റവും ഉയർന്ന കറൻസി. 2021 ശ്രീഹരി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറാൻ ശ്രമം ആരംഭിച്ചത്. കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് അംഗീകാരം നൽകിയത്. തന്റെയും ബന്ധുക്കളുടെയും ജനനത്തീയതി, വാഹനത്തിന്റെ നമ്പർ എന്നിവയോടുള്ള സാമ്യമുള്ള സീരീസുകളിലെ ഇന്ത്യൻ കറൻസികളുടെ വലിയ ശേഖരവും ശ്രീഹരിയുടെ കയ്യിലുണ്ട്. ശ്രീഹരിയുടെ മുത്തശ്ശിയും റിട്ടയർഡ് അധ്യാപികയുമായ ലീലാമയും അച്ഛൻ ഗണേഷ് ബാബുവും അമ്മ ബിന്ദുവും അനിയൻ ശ്രീശ്യാമിന്റെയും പൂർണ്ണ പിന്തുണയാണ് കൂടുതൽ പ്രചോദനമായതെന്ന് ശ്രീഹരി പറയുന്നു. ഈ കളക്ഷൻ തുടങ്ങിയ കാലയളവിൽ അച്ഛൻ തുടങ്ങി തന്നതാണ്. അന്ന് ഈ റെക്കോർഡിൽ അപ്ലൈ ചെയ്യാമെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയിൽ തുടങ്ങിയൊരു കളക്ഷനും അല്ല. എനിക്ക് ഫ്രീ ടൈം ഈ കറൻസികളുമായിട്ട് കോയിൻസുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് ഈ കറൻസികളും നമ്മുടെ കോയിൻസും ഒക്കെ തരുന്നത്. കാര്യം നമുക്ക് കോയിൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില കോയിൻസിൽ ഇപ്പൊ നമുക്ക് കാണാം മഹാത്മാഗാന്ധി, നെഹ്റു ഇല്ലെങ്കിൽ അങ്ങനെയുള്ള മഹത് വ്യക്തിത്വങ്ങള്. ഇപ്പൊ നമ്മള് കറൻസികൾ എടുക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് രാജ്യം നോക്കിയാൽ നമുക്കിപ്പോ ക്യൂബ, ചിലി, ഇല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലണ്ട്, ഇപ്പൊ ഇംഗ്ലണ്ട് രാജ്ഞിയുടെ, ഇല്ലെങ്കിൽ നമ്മൾ കമ്മമറേഷൻ ചെയ്യാറുള്ള ഇപ്പൊ നിക്കോള ടെസ്ല പോലുള്ള ആളുകൾ. അങ്ങനെ ഓരോ ആളുകളെ കമ്മമറേറ്റ് ചെയ്യുന്ന ഒരു കോയിനോ കറൻസിയോ കാണുമ്പോൾ നമ്മൾ ചരിത്രത്തിലൂടെയും കൂടെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് എന്നെ ഈ കളക്ഷനിലോട്ട് വീണ്ടും അടുപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.